പരിശുദ്ധമായ റമദാനിന്റെ മൂന്നാമത്തെ പത്തിന്റെ അഥവാ ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കപ്പെടുന്ന ഏറ്റവും അമൂല്യമായ ഒരു രാത്രി, ഒരു രാവ് കൂടിയാണ് ഇനി നമ്മളിലേക്ക് കടന്നു വരാൻ പോകുന്നത്. 21-ാമത്തെ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചതുപോലെ റമദാനിന്റെ അവസാനത്തെ ഒറ്റയൊറ്റ രാവുകളിലാണ് പരിശുദ്ധമായ ലൈലത്തുൽ ഖദ്ർ നാം ഓരോരുത്തരും പ്രതീക്ഷിക്കേണ്ടത്. അത് 27 രാവ് എന്ന് ഉറപ്പൊന്നുമില്ല. 27 രാവിന് പണ്ഡിതന്മാരൊക്കെ കൂടുതലും സാധ്യത പറഞ്ഞ ഒരു രാവ് 27 രാവ് എന്നതിനപ്പുറം അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾക്ക് ആ ഒരു വിജ്ഞാനം മറക്കപ്പെട്ടത് തന്നെ ഉമ്മത്തിന് അനുഗ്രഹമാണ്. അല്ലെങ്കിൽ ഏത് ദിവസമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അറിയിക്കപ്പെട്ടിരുന്നു എങ്കിൽ എന്നെപ്പോലെ നിങ്ങളെപ്പോലെ എല്ലാവരും ആ ഒരു ദിവസത്തെ മാത്രം കാത്ത് ഇബാദത്തിന് വേണ്ടി സജീവമാകുമായിരുന്നു. പക്ഷേ ഒരു അനുഗ്രഹം 21-ആണോ 23-ആണോ 25-ആണോ 27-ആണോ 29-ആണോ എന്ന് ഒന്നും നമുക്കറിയാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഈ ദിവസങ്ങളിലൊക്കെ പരിശുദ്ധമായ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിച്ചുകൊണ്ട് വിശ്വാസികൾ കഴിയേണ്ടത് നമ്മുടെ ബാധ്യതയായി നാം മനസ്സിലാക്കി ഓരോരുത്തരും ഇൻഷാ അല്ലാഹ് ഇനി മുതൽ നമ്മുടെ എല്ലാ വക്തുകളിലും, അതുപോലെ തന്നെ നമ്മുടെ തറാവീഹ് നമസ്കാരം ഉൾപ്പെടെയുള്ള നമ്മുടെ ഇഅ്തികാഫ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളിലും രാത്രിയൊന്നും ഇഅ്തികാഫിന് ഇരിക്കാൻ കഴിയാത്തവരൊക്കെ ഈ പകൽ സമയങ്ങളിലൊക്കെ പള്ളിയിലേക്ക് വരുന്ന സമയത്ത് ഇഅ്തികാഫിന്റെ നിയ്യത്തൊന്നും മുറിയാതെ കൃത്യമായി അതിനുവേണ്ടി നിയ്യത്ത് ചെയ്ത് നവൈതുൽ ഇഅ്തികാഫ ഫീ ഹാദൽ മസ്ജിദില്ലാഹി തആല, ഈ പള്ളിയിൽ ഞാൻ അല്ലാഹുവിന് വേണ്ടി ഇഅ്തികാഫിനെ കരുതി എന്ന നിയ്യത്തോടുകൂടി പ്രിയമുള്ള സഹോദരങ്ങളിൽ പള്ളി